നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. സർക്കാരിന് ആശ്വാസം. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കില്ല. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. തുല്യത ഉറപ്പാക്കുന്നതും ഭേദഗതി വരുത്തുന്നതും റിപ്പോർട്ട് പരിശോധിച്ചെന്നും കോടതി. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് K. അണ്ണാമലൈ. ദൈവമില്ലെന്ന് പറഞ്ഞവർ ഗീത പറയുന്നുവെന്നും കമ്മ്യൂണിസം മധുരം കലർന്ന വിഷഗുളികയെന്നും അണ്ണാമലൈ. പിണറായിയും സ്റ്റാലിനും നാസ്തിക ഡ്രാമാജ എന്നും വിമർശനം. ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് തുടരുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ പുതിയ H-1B ഫീസ് പ്രാബല്യത്തിൽ. പുതിയ അപേക്ഷകർക്ക് നൽകേണ്ടത് $1,00,000. ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ്. വ്യാപാര കരാർ ചർച്ചയ്ക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും സംഘവും അമേരിക്കയിൽ. സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി തുടരുന്നു. വിതരണം ചെയ്ത സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് വിതരണക്കാരുടെ കത്ത്. വിതരണക്കാർക്കുള്ള കുടിശ്ശിക 152 കോടി രൂപ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയിൽ ലീഗിനെതിരെ മേപ്പാടി പഞ്ചായത്തിന്റെ നോട്ടീസ്. തൃക്കൈപ്പറ്റയിലെ ഭൂമിയിൽ ചട്ടവിരുദ്ധ നടപടി കണ്ടെത്തിയെന്നും 7 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ. പെർമിറ്റുകൾ എടുത്തത് ചട്ടങ്ങൾക്കും ഉത്തരവുകൾക്കും വിരുദ്ധമായെന്നും നോട്ടീസ്. ലോകത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ d'Or പുരസ്കാര പ്രഖ്യാപനം ഇന്ന്. പ്രഖ്യാപനം പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30. PSG സ്ട്രൈക്കർ ഉസ്മാനെ ഡംബലെ സാധ്യതാ പട്ടികയിൽ മുന്നിൽ. സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാതെ സുപ്രീം കോടതി. കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ ആലോചിക്കാമെന്ന് 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. തുല്യത ഉറപ്പാക്കുന്നതും ഭേദഗതി വരുത്തുന്നതും റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും കോടതി പറഞ്ഞു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമന കാര്യത്തിലാണ് മുൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയയെ അധ്യക്ഷനാക്കി സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകിയത്. ഇതിനിടെയാണ് VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് അടിയന്തര ഇടപെടൽ വേണ്ട എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയത്. ധൂലിയയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയാകാം എന്നുള്ളതാണ് സുപ്രീം കോടതി നിലപാട്. ആരാണ് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന്റെ അധികാരി എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിയാലോചിച്ചാണോ തീരുമാനമെടുക്കേണ്ടതെന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണി പറഞ്ഞു. അതേസമയം ഈ ഘട്ടത്തിൽ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും സെർച്ച് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ഇരു കൂട്ടർക്കും തുല്യത ഉറപ്പാക്കുമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിൽ ഭേദഗതി വരുത്താമെന്നും കോടതി പറയുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 18-നാണ് VC നിയമന തർക്കത്തിൽ മുൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകിയത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ 2 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കാനാണ് സെർച്ച് കമ്മിറ്റിക്ക് നിർദ്ദേശം. കൂടാതെ നടപടികളുടെ പുരോഗതി കോടതിയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആശുപത്രികളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയതിലെ കുടിശ്ശിക തീർക്കാത്തതിനാൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന് കാണിച്ച് വിതരണക്കാർ കത്ത് നൽകി. 152 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാത്ത പക്ഷം അടുത്ത മാസം 5-ന് ആശുപത്രിയിൽ നിന്ന് ഉപകരണങ്ങൾ തിരികെ എടുക്കുമെന്നാണ് മെഡിക്കൽ കോളേജിനടക്കം കത്ത് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം കാർഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഉപകരണം വിതരണം ചെയ്ത കമ്പനികളുടെ കുടിശ്ശിക തീർക്കാത്തതാണ് ഉപകരണക്ഷാമത്തിലേക്ക് നയിച്ചത്. 21 സർക്കാർ ആശുപത്രികളിലായി 2025 മാർച്ച് 31 വരെ 152 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം ഇത് 29 കോടി രൂപയാണ്. കുടിശ്ശിക പൂർണ്ണമായും തീർക്കാത്ത പക്ഷം ഒക്ടോബർ 5-ന് ആശുപത്രികളിൽ നിന്നും ശേഷിക്കുന്ന ഉപകരണങ്ങൾ തിരികെ കൊണ്ടുപോകുമെന്നാണ് വിതരണക്കാർ നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ശ്രമം തുടരുന്നതിനിടയിലാണ് വിതരണ കമ്പനിക്കാർ കത്തു നൽകിയത്. ഉപകരണക്ഷാമം പരിഹരിക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപയും സംസ്ഥാന ധനകാര്യ വകുപ്പ് 50 കോടി രൂപയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ആശുപത്രികളിലേക്ക് HILL-ൽ നിന്നും ഉപകരണങ്ങൾ എത്തിച്ച് ക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമം നടന്നുവരവെയാണ് ഉപകരണ വിതരണക്കാർ നൽകിയ കത്ത് ആരോഗ്യവകുപ്പിന് തിരിച്ചടിയാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് കെ അണ്ണാമലൈ. ദൈവമില്ലെന്ന് പറഞ്ഞവർ ഗീത പറയുന്നുവെന്നും കമ്മ്യൂണിസം മധുരം കലർന്ന വിഷഗുളികയെന്നും അണ്ണാമലൈ പറഞ്ഞു. പിണറായിയും സ്റ്റാലിനും നാസ്തിക ഡ്രാമാചാരികളെന്നും വിമർശനം. പിണറായി വിജയൻ നടത്തിയത് വോട്ടിനായുള്ള ശ്രമമാണെന്നും ഭക്തി എങ്ങനെ വേണമെന്ന് പിണറായി ഭക്തരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തെ രാഷ്ട്രീയത്തിലെത്തിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ദയവ് ചെയ്ത് അയ്യപ്പനെ രാഷ്ട്രീയത്തിൽ ഇറക്കരുതെന്നും തമിഴ്നാട്ടിൽ സ്റ്റാലിനാണ് പണം മോഷ്ടിക്കുന്നതെങ്കിൽ ഇവിടെ പിണറായി വിജയനാണെന്നും അദ്ദേഹം പറഞ്ഞു. ஒருங்கிணைத்து இங்கே கேரள மாநிலத்தினுடைய கம்யூனிஸ்ட் அரசு ஒரு விழாவை ஏற்பாடு செய்திருந்தார். இதில் ரொம்ப ஆச்சரியமான விஷயம், அந்த விழாவிற்கு முக்கிய விருந்தினராக யாரை அழைத்தார்கள் என்பதுதான் முக்கியம். தமிழகத்தினுடைய முதலமைச்சராக இப்ப இருக்கக்கூடியவர், சனாதன தர்மத்தை வேரோடு அறுக்க வேண்டும் என்று நினைக்கக்கூடியவர், எங்களுடைய முதலமைச்சர் திரு மு க ஸ்டாலின் அவருடைய மகன் உதயநிதி ஸ்டாலின் சனாதன தர்மம் என்பது டெங்கு மஸ்கிட்டோ கொசுவை போன்றது, அதை ஒழித்தளிக்க வேண்டும் என்று சென்னையில் 2 ஆண்டுகளுக்கு முன்பு ஒரு நிகழ்வு நடத்தியவர். அதில் திரு மு க ஸ்டாலின் அவர்களை இந்த நிகழ்வுக்கு முக்கிய விருந்தினராக கேரள மாநிலத்தினுடைய முதலமைச்சர் பினராயி விஜயன் அவர்கள் இங்கே வாங்கன்னு கூப்பிடும் பொழுதே நமக்கு தெரியும் இது ஐயப்பனுக்காக போடப்படக்கூடிய ஒரு நிகழ்வு கிடையாது. மக்களை ஏமாற்றி அரசியல்ல ஓட்டை வாங்குவதற்காக ஒரு நிகழ்வு இங்க போடுறாங்க என்பது தெள்ள தெளிவாக நமக்கு தெரியும். ஐயப்பனை பொறுத்தவரை நமக்கு தெரியும், நைஸ்திக் பிரம்மச்சாரி என்று சொல்லுவோம். எப்பொழுதும் எல்லா நிலையிலும் ஒரு பிரம்மச்சாரியாக இருக்கக்கூடிய குழந்தை ஐயப்பனை பார்ப்பதற்கு ஆண்டாண்டு காலம் അജയ് നാഥുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഭക്തജന സംഗമം, ശബരിമല സംരക്ഷണ സംഗമം നടക്കുകയാണ്. ശക്തമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ അണ്ണാമലൈ ഉന്നയിച്ചു. ഇപ്പോൾ തേജസ്വി സൂര്യ സംസാരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒപ്പം വിവരങ്ങൾ. അഖില, രാവിലെ മുതൽ സെമിനാറുകൾ ആരംഭിച്ചിരുന്നു. 3 മണിക്കായിരുന്നു പൊതുസമ്മേളനം ആരംഭിക്കാനിരുന്നത്. പക്ഷെ 2 മണിയോടുകൂടി തന്നെ ഭക്തരെല്ലാം തന്നെ ഈ പന്തളത്ത് സമ്മേളനം നടക്കുന്ന പൊതുസമ്മേളന വേദിയിൽ കാഴ്ചയാണ് കണ്ടത്. വലിയ ഒരു ജനാവലി തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകെത്തുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതായത് ശബരിമല സംരക്ഷണ സമിതി നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ഭക്തജനങ്ങളെല്ലാം തന്നെ ഒഴുകെത്തുന്ന കാഴ്ച 3 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന സമ്മേളനം നടന്നു. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉൾപ്പെടെ തമിഴ്നാട് BJP മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായ അണ്ണാമലയുടെ വാക്കുകൾ കേൾക്കാൻ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ തരിച്ചുകൂടുന്ന കാര്യമുണ്ടായിരുന്നു. നാമജപ ഘോഷയാത്രയുമായാണ് ഈ സെമിനാർ നടന്ന വേദിയിൽ നിന്നും ഈ പൊതുസമ്മേളന വേദിയിലേക്ക് ഭക്തജനങ്ങളെല്ലാം എത്തിയത്. സംഘാടകരെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന കാര്യമുണ്ടായിരുന്നു, ആളുകൾ അയ്യപ്പ സംഗമത്തിൽ സർക്കാർ എന്താണോ ലക്ഷ്യം വെച്ചിരുന്നത് അതിനെതിരായി ഇത്തരത്തിലേക്ക് ആളുകൾ എത്തുന്നത് ഈ ശബരിമല സംരക്ഷണ സംഗമം എന്ന ലക്ഷ്യത്തിലേക്ക് അതിന്റെ ലക്ഷ്യം അതിന്റെ പരിപ്രാപ്തിയിൽ എത്തിയിരിക്കുന്നതിന്റെ സൂചനയാണ് ഇത് സൂചിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഇതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന സാഹചര്യം നമുക്കായിരുന്നു. വലിയ ജനാവലി, വലിയ ആവേശത്തോടുകൂടി ശരണം വിളികളോടെ അയ്യപ്പ ഭക്തർ ഇവിടെ ഒത്തുചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഒരു തയ്യാറാക്കിയിരുന്ന വേദിക്കെല്ലാം വെളിയിൽ വഴിയിൽ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ, പ്രായഭേദമന്യേ പ്രായമായവർ, കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെ നിരവധിയായ വലിയ ജനാവലി ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അണ്ണാമല ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിച്ചതും ഈ സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ തന്നെയായിരുന്നു. പ്രധാനമായും BJP തമിഴ്നാട് സർക്കാരും ഒപ്പം കേരള സർക്കാരും സ്വീകരിക്കുന്ന നിലപാട്, അതായത് ഈ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. പിണറായി വിജയനും ഒപ്പം സ്റ്റാലിനും സ്വീകരിക്കുന്ന നിലപാട് അത് തന്നെയാണ്. ഇവർ വിശ്വാസികൾക്കെതിരാണ്. അവിശ്വാസികളായവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് സമീപനം സ്വീകരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്, വിശേഷിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് തമിഴ്നാട് സർക്കാരും സ്വീകരിക്കുന്നത്. സ്റ്റാലിനും പിണറായിയും ഒരേ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അവർ അത്തരത്തിലേക്ക് ഈ ഭക്തജനങ്ങളുടെ, അതായത് ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. 1000 കോടി രൂപ തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ കൊള്ളയടിക്കുന്ന കാര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമലയിലേക്ക് വേണ്ടി, ശബരിമലയുടെ വികസനത്തിന് വേണ്ടി 1000 കോടി രൂപ നൽകുമെന്ന് പിണറായി ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന, സർക്കാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്ന ഇത്തരത്തിലേക്ക് കൊള്ളയുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലേക്കുള്ള വിമർശനമാണ് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഈ സർക്കാർ അത്തരത്തിൽ
ഈ ശബരിമലയുടെ പേരിൽ വലിയ പണപ്പിരിവ് അല്ലെങ്കിൽ തട്ടിയെടുക്കാൻ ശ്രമമാണ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂക്ഷമായ വിമർശനം അണ്ണാമലയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ തേജസ്വി സൂര്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിനെതിരെ സർക്കാർ നിലപാടിനെതിരെയാണ് അദ്ദേഹം വളരെ കർശനമായ വളരെ വിമർശനപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതായത് ആചാര സംരക്ഷണത്തിനപ്പുറമായി വികസനം എന്ന പേരിൽ ഈ ക്ഷേത്രത്തെ ശബരിമലയുടെ പരിപാവനമായ സംസ്കാരത്തെ എല്ലാം തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആഗോള അയ്യപ്പ സംഗമം അത്തരത്തിലേക്ക് ഒരു പരാജയമായി മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ നിരവധിയായ ഭക്തജനങ്ങൾ എത്തുന്നു. യഥാർത്ഥ വിശ്വാസമാണ് എത്തിയിരിക്കുന്നത്. ശരി അജയ്, ഏതായാലും ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നിർത്തി നടത്തിയപ്പോൾ ശബരിമല സംഗമം വിശ്വാസി സംഗമം നടത്തുകയാണ്. അതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അണ്ണാമലയും ഒപ്പം തന്നെ തേജസ്വി സൂര്യയുമൊക്കെ ഉയർത്തുന്നത്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. GST നിരക്ക് കുറവ് പ്രാബല്യത്തിൽ വന്നതോടെ സാധനങ്ങൾക്ക് പലതിനും വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ട്. നെയ്യ്, വെണ്ണ, സോപ്പ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ആഡംബര കാറുകൾക്ക് വരെ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യ ദിനമായ ഇന്ന് വിപണിയിൽ പുതിയ GST നിരക്ക് എത്രത്തോളം ബാധിച്ചു എന്ന് നോക്കാം. പക്ഷേ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പുതിയ നിരക്കിൽ വിൽപ്പന നടത്തുമ്പോൾ ചെറിയ കടകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പല കടകളിലും പല വിലയാണ് ഉള്ളത്. മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്നും അൻഫിൽഡ് ഡിസൂസ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അൻഫിൽഡ്, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം മാർജിൻ ഫ്രീ ഷോപ്പുകളടക്കം വലിയ ഷോപ്പുകളിൽ വിലയിലൊക്കെ മാറ്റമുണ്ട്. പക്ഷേ സാധാരണ ചെറിയ കടകളിൽ ഈ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഇടത്ത് കാര്യമായ ഒരു മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര ദിവസം എടുക്കും അത്തരത്തിലൊരു രീതിയിലേക്ക് മാറാൻ? GST നിരക്ക് കുറഞ്ഞത് വിപണിയിൽ എത്രത്തോളം പ്രതിഫലിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ ഷോപ്പുകളിൽ, അതായത് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള ഇടങ്ങളിൽ അതിൽ വലിയ നിരക്കിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ചെറിയ കടകളിൽ അത്തരം മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പലതും ഇപ്പോഴും MRP അനുസരിച്ചാണ് പോകുന്നത്. ഓരോന്നിൻ്റെയും വില ഏകദേശം 10% അല്ലെങ്കിൽ 5% ഒക്കെ കുറയേണ്ടതാണ്. പക്ഷേ പലതും അങ്ങനെ ചെറിയ കടകളിൽ അത് പ്രാവർത്തികമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അൻഫിൽഡ് ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫിൽഡ്, ചെറിയ കടകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതിനും വിലയിൽ മാറ്റം വന്നിട്ടില്ല. പാലടക്കമുള്ള ഉൽപ്പന്നങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ കടകളിലൊക്കെ കാര്യമായ മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി സാധാരണ ജനങ്ങൾക്കിടയിലേക്ക്, അതായത് എല്ലായിടത്തും ഒരുപോലെ ഇത് ആകാൻ എത്ര സമയമെടുക്കുമെന്നാണ് കരുതുന്നത്? ഈ വ്യാപാരികൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തൊക്കെയാണ്? നരേന്ദ്രമോദി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ തീർച്ചയായും അഖില, ഈ പഴയ സ്ലാബുകൾ, അതായത് GSTയിൽ ഉണ്ടായിരുന്ന 5%, 12%, 18%, 28% എന്നീ സ്ലാബുകൾ ഇപ്പോൾ പഴങ്കഥയാവുകയാണ്. ഇനി മുതൽ 2 സ്ലാബുകൾ മാത്രമാണ്, അതായത് 5%, 18% എന്നീ 2 സ്ലാബുകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഇന്നു മുതലാണത് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നത്. അതേസമയം ഇന്ന് പ്രാബല്യത്തിൽ വന്നെങ്കിലും ചെറിയ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർക്കൊന്നും തന്നെയും ആ വിലക്കുറവ് എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം അനുഭവവേദ്യമാകുന്നില്ല. അതായത് വില കുറഞ്ഞ സാധനങ്ങൾ ആ GST കുറഞ്ഞ നിരക്കിൽ ചെറിയ കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയുകയില്ല. കാരണം ഇപ്പോഴും അവർക്ക് അതുമായി വ്യക്തത ഇപ്പോഴും വരാനുണ്ട്, ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. അതേസമയം വലിയ കടകളിൽ, അതായത് സൂപ്പർ മാർക്കറ്റുകൾ, മാർജിൻ ഫ്രീ ഷോപ്പുകൾ പോലുള്ള വൻകിട കടകളിൽ കൃത്യമായ GST ബില്ല് അടിച്ചു നൽകുന്ന കടകൾ, അവിടെ ഇന്ന് മുതൽ സാധനം വാങ്ങാൻ പോകുമ്പോഴാണ് ഈ GST നിരക്ക്, പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമ്പോൾ ഏതൊക്കെ സാധനങ്ങളിലാണോ വില കുറയുന്നത് ആ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാകുന്നത് വലിയ കടകളിൽ പോകുമ്പോഴാണ്. അവിടെ കൃത്യമായി തന്നെ ഏതൊക്കെയാണ് സോപ്പ്, നെയ്യ്, മിൽമ പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ എല്ലാ സാധനങ്ങൾക്കും ഈ 5% എന്ന നിരക്കിലേക്ക് GST നിരക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതനുസരിച്ച് സാധനങ്ങളൊക്കെ വില കുറച്ച് നൽകിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ് ചേട്ടാ, ഈ കൃത്യമായ GST നിരക്കിൽ തന്നെയാണോ ഈ വില കുറച്ച് തന്നെയാണോ? ബില്ലിംഗ് ഒക്കെ ഓക്കെ? ബില്ലിംഗ് എല്ലാം ഓക്കെ ആയി. ഇന്നലെ തന്നെ സോഫ്റ്റ്വെയറുകാർ എല്ലാം ഗ്രൂപ്പിലേക്ക് 5%, 18%, 12%, 9% എല്ലാം 5%ത്തിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. അതനുസരിച്ച് ആ നിരക്കിൽ തന്നെയാണ് ബില്ലടിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഭീമമായ ലോസും വരുന്നുണ്ട്. സാധനങ്ങളുടെ മുമ്പ് വാങ്ങിച്ചു പോയ GST കൊടുത്തതിന് നമുക്കിനി കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ നഷ്ടം നമ്മൾ സ്വയമേ സഹിക്കാനേ പറ്റത്തുള്ളൂ. സോപ്പ്, നെയ്യ് അതുപോലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും, പനീർ ഉൾപ്പെടെ എല്ലാം കുറച്ചിട്ടുണ്ട്. എല്ലാം GST കുറച്ചിട്ടുണ്ട്. അങ്ങനെ ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇന്ന് മുതൽ ഇന്നലെ തന്നെ മാറ്റി, രാത്രി തന്നെ മാറ്റി, ഇന്ന് രാവിലത്തേക്ക് വേണ്ടി. ഇന്ന്
ഈ വില കുറച്ച് വരുമ്പോൾ സ്വാഭാവികമായും ഈ ഉപഭോക്താക്കൾ എന്നാണോ വില കുറയ്ക്കുക, GST വില കുറക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികം ഇന്ന് കടകളിലൊരു തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? അത്രയ്ക്ക് വലിയ തിരക്കൊന്നുമില്ല. കാരണം ആളുകൾ ഇത് കോമൺലി ചെറിയ 5 രൂപ 2 രൂപയൊക്കെ വ്യത്യാസങ്ങളല്ലേ വരൂ. ചില സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ പീസ് വാങ്ങുന്നവർക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. 2-3 രൂപയൊക്കെ വ്യത്യാസം വരും. അത് ആളുകളെല്ലാം ഇപ്പോൾ അവയർനെസ് ഉള്ളവരാണ്. ബില്ല് വാങ്ങിച്ച എല്ലാവരും കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച സാധനത്തിൻ്റെ വിലയും ഇപ്രാവശ്യം വാങ്ങുന്ന വിലയും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അവർക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മളാരും ക്ലാസ് എടുക്കണ്ട, അവരെല്ലാം പഠിച്ചിരിക്കുകയാണ് നമ്മളെക്കാളും. ഓക്കെ, കൃത്യമായി ആ ബില്ലൊക്കെ നോക്കി GST ബില്ലൊക്കെ കൃത്യമായി എല്ലാം നോക്കി വാങ്ങുന്ന ആളുകളാണ് ഇവിടെ ഉള്ളവർ. എല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരും ഉദ്യോഗസ്ഥരുമാണ്. അവർക്ക് പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അവർ നമ്മൾ ക്ലാസ് എടുക്കും. അത്രയും അവയർനെസ് ഉള്ളവരാണ്. അതിനകത്ത് വേറെ ആശയക്കുഴപ്പമില്ല. ഈ എന്തൊക്കെയാണോ അതിനെല്ലാം കൃത്യമായി തന്നെ എല്ലാം ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറുകാർ ഇന്നലെ തന്നെ എൻ്റെ വേറെ സ്ഥാപനത്തിൽ ടാലിക്കാർ ഇന്നലെ രാത്രി തന്നെ ഇന്ന് രാവിലത്തേക്ക് ബില്ല് ചെയ്യാൻ വേണ്ടി എല്ലാം അപ്ഡേറ്റ് ചെയ്ത് മാറ്റി തന്നു. ഇനി ആ പ്രസൻറ്റേയിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയറിൽ തന്നെ എല്ലാം മാറ്റം വരുത്തില്ല. ഓക്കെ. അഖില, തീർച്ചയായും അതായത് ഈ സാധാരണ സൂപ്പർ മാർക്കറ്റ് കടകളിൽ വാങ്ങുന്ന നിത്യോപയോഗ സാധനങ്ങളെന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെ ഏറെക്കുറെ ഈ സോപ്പ്, നെയ്യ്, പാലിൻ്റെ പ്രോഡക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ വില കുറവ് ബാധകമാവുക. അത് ഈ പാലൊഴികെയുള്ള മറ്റ്, അതായത് വെണ്ണ, നെയ്യ്, ഒപ്പം തന്നെ പനീർ, മറ്റ് ഈ പാലിൻ്റെ ഐസ്ക്രീമിനൊക്കെ വലിയ രീതിയിൽ വില കുറവിൽ വ്യത്യാസമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ മിൽമ പ്രോഡക്ട്സിൻ്റെ ഈ മധുര പലഹാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾക്ക് എല്ലാം തന്നെ, ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ വിലക്കുറവ് വിപണിയിൽ ബാധിക്കുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ GSTയിൽ വിലക്കുറവ് വരുമ്പോൾ, അതായത് ഈ 18% നിന്നും ഈ 5% മാറുന്ന ആ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ഇതൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റുകളിലാണ്. അതായത് GST നിരക്ക് കൃത്യമായി GST ബില്ല് അടിച്ചു തന്നെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഇന്ന് രാവിലെ മുതൽ, നേരത്തെ ഇപ്പോൾ കടയുടെ ഓണർ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ അവർ ഈ സിസ്റ്റം മുഴുവനും, സോഫ്റ്റ്വെയർ മുഴുവൻ അപ്ഡേറ്റഡ് ആയി പുതിയ നിരക്കിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പക്ഷേ അതേസമയം GST ബാധകമല്ലാത്ത കടകൾ, ഈ 40 ലക്ഷത്തിന് താഴെ വിറ്റുവരവുള്ള കടകളിലൊന്നും തന്നെ GST ബാധകമാകുന്നില്ല. അത് ചെറിയ കടകളാണ്. ആ ചെറിയ കടകളിൽ ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതേ ബിസ്ക്കറ്റ് തന്നെ, ഇതേ കമ്പനിയുടെ ബിസ്ക്കറ്റ് നമ്മൾ ഒരുപക്ഷെ ചെറിയ കടകളിൽ ഇന്ന് പോയി വാങ്ങുകയാണെങ്കിൽ അത് തലേ ദിവസത്തെ, അത് ഇന്നലെ വരെ ഏത് വിലയായിരുന്നോ അതേ വിലയിൽ തന്നെ നമുക്ക് വാങ്ങേണ്ടി വരും. കാരണം അവർ പറയുന്നത് അവിടെ ഇപ്പോഴും ആ ബില്ലുകൾ കൃത്യമായി പുതിയ നിരക്കോ അല്ലെങ്കിൽ പഴയ നിരക്ക് തമ്മിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അവർക്ക് ഇപ്പോഴും, കാരണം അവർ ഹോൾസെയിലായി വാങ്ങിയതാണ്, ആ ബില്ലുകളൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായി അവർക്ക് GST ഇപ്പോൾ കൃത്യമായി തന്നെ GST അവർക്ക് ആ സമയത്ത് അടയ്ക്കേണ്ടി വരുന്നില്ല. അത് ഈ 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴാണ് അത് അടയ്ക്കേണ്ടി വരുന്നത്, കോമ്പൗണ്ടിങ് ടാക്സ്. ആ സമയത്ത് അവർക്ക് മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായി GST അവരെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ആ കടകൾ ഇനിയും സമയമെടുക്കും. കാരണം ഒരാഴ്ചയെങ്കിലും എടുക്കും ആ പുതിയ നിരക്ക് ചെറിയ കടകളിൽ പ്രതിഫലിക്കാനായി. അപ്പോൾ അവിടെ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ അത് മാറ്റി നിൽക്കുകയാണെങ്കിൽ മറ്റെല്ലായിടത്തും തന്നെ പുതിയ GST വന്നതോടുകൂടി ആ നിരക്കിൽ തന്നെയാണ് സാധനങ്ങൾ ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. അൻഫ്രഡ് ഡിസോസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. GST സ്ലാബിലുണ്ടായ മാറ്റം പ്രതിഫലിക്കുകയാണ് വിപണിയിൽ. പക്ഷേ ചെറിയ കടകളിലൊന്നും അത് അത്ര കാര്യമായി പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും ദിവസങ്ങളെടുക്കും അത് ഈ തരത്തിലേക്ക് മാറാൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഭവന പദ്ധതിക്കെതിരെ മേപ്പാടി പഞ്ചായത്ത് വീണ്ടും നോട്ടീസ് അയച്ചു. അനുമതിയില്ലാതെ നിർമ്മാണം ആരംഭിച്ചതിൽ വിശദീകരണം ചോദിച്ചാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. അതേസമയം എന്ത് തടസ്സമുണ്ടായാലും പ്രഖ്യാപിച്ച പദ്ധതിയുമായി ലീഗ് മുന്നോട്ട് പോകുമെന്ന് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. ഭവന നിർമ്മാണത്തിനായി വില കൊടുത്തു വാങ്ങിയ തൃക്കേപ്പറ്റയിലെ ഭൂമിയിൽ ചട്ടവിരുദ്ധ നടപടി കണ്ടെത്തിയെന്ന് കാണിച്ചാണ് നോട്ടീസ്. നിർമ്മാണം ആരംഭിക്കാനായി മതിയായ പെർമിറ്റുകൾ എടുത്തില്ലെന്നും നോട്ടീസിൽ പറയുന്നു. 7 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം ലഭിച്ച നോട്ടീസിന് മറുപടി നൽകിയെന്നും ആരെതിർത്താലും ഭവന പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ആര് തടസ്സപ്പെടുത്തിയാലും അത് നിലനിൽക്കുകയില്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ വീട് എടുത്തു കൊടുക്കുന്നത്. 8,000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളവരാണ് ഞങ്ങൾ. തൃക്കേപ്പറ്റ വില്ലേജിൽ 11 ഏക്കർ ഭൂമിയാണ് ലീഗ് വില കൊടുത്തു വാങ്ങിയത്. ഇത് തോട്ടഭൂമിയിൽ ഉൾപ്പെട്ടുവെന്ന് വ്യക്തമാക്കി ലാൻഡ് ബോർഡ് ഉടമകൾക്ക് നോട്ടീസ് അയച്ചിരുന്നു. കഴിഞ്ഞ മാസമാണ് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി മതിയായ പെർമിറ്റ് എടുത്തില്ലെന്നാണ് മേപ്പാടി പഞ്ചായത്തിന്റെ വിശദീകരണം. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. അമൃത ന്യൂസ്, വയനാട്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി മുസ്ലിം ജമാഅത്ത് സർക്കാരിന് ധനസഹായം കൈമാറി. 2 കോടി രൂപയാണ് കൈമാറിയത്. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയ
ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി മൗനി ബാബയായി നിൽക്കാതെ ശരണം വിളിക്കുന്നതിനിടയ്ക്ക് വോട്ട് ചോരി ആരോപണത്തിൽ കൂടെ പ്രതികരിക്കാൻ തയ്യാറാവണമെന്ന് MN കാരശ്ശേരി. ഭാവിയിൽ ശരണം വിളിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഇടത് നേതാക്കൾ പ്രതികരിക്കണമെന്നും കാരശ്ശേരി പറഞ്ഞു. വോട്ട് ചോരി ക്യാമ്പയിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒപ്പുശേഖരണത്തിൽ സംസാരിക്കുകയായിരുന്നു കാരശ്ശേരി. ഒപ്പുശേഖരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിർവഹിച്ചു. എഴുത്തുകാരായ MN കാരശ്ശേരിയിൽ നിന്നും UK കുമാരനിൽ നിന്നും സണ്ണി ജോസഫ് ഒപ്പുകൾ സ്വീകരിച്ചു. അദ്ദേഹം ഒരു മൗനി ബാബയായി ശരണം വിളിക്കുന്ന ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഈ വോട്ടിന്റെ കാര്യത്തിലും കൂടി നമുക്ക് നാളെ ശരണം വിളിക്കേണ്ട സ്ഥിതി വരാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കരുതലുണ്ടാവണം എന്ന് ഞാൻ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും അപേക്ഷിക്കുന്നു. അപകീർത്തി കേസുകൾ ക്രിമിനൽ കേസുകളായി മാറാതിരിക്കാനുള്ള കാലമായെന്ന് സുപ്രീം കോടതി. ദ വയറുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് പരിഗണിക്കവെയാണ് ജസ്റ്റിസ് MM സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം. അപകീർത്തി കേസുകൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന വിമർശനം ശക്തമാകുന്നതിനിടെയാണ് കോടതി നിരീക്ഷണം. ദ വയറിനെതിരെ JNUവിലെ അധ്യാപികയായിരുന്ന അമിത സിംഗ് ആണ് അപകീർത്തി കേസ് നൽകിയത്. കേസിൽ നോട്ടീസ് അയച്ച കോടതി പിന്നീട് വിശദമായ വാദം കേൾക്കും. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ അന്വേഷണം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനം. അന്വേഷണം നീതിയുക്തവും വേഗത്തിലുമാണോ എന്നാണ് കോടതി പരിശോധിക്കുക. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി നടപടി. ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. അന്വേഷണ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രം ചോരുന്നതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അപകടത്തിന് കാരണം പൈലറ്റിന്റെ പിഴവാണെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾക്ക് റിപ്പോർട്ടിലെ ഭാഗങ്ങൾ ഇന്ധനമായെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നും കോടതി വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം റിപ്പോർട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണമെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, N കൊടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. അന്തിമാന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 ജൂൺ 12-നുണ്ടായ അപകടത്തിൽ 260 പേരാണ് കൊല്ലപ്പെട്ടത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഡൽഹി പോലീസിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഒമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ജാമ്യാപേക്ഷയിലാണ് അന്വേഷണ സംഘത്തിന് നോട്ടീസ് അയച്ചത്. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. ജാമ്യാപേക്ഷ ഒക്ടോബർ 7 വീണ്ടും പരിഗണിക്കും. സെപ്റ്റംബർ 19 ഹർജി പരിഗണിക്കാനിരുന്നതാണെങ്കിലും ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് മൻമോഹൻ, പ്രതിഭാഗ അഭിഭാഷകൻ കപിൽ സിബലുമായി ഒന്നിച്ച് ജോലി ചെയ്തിട്ടുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി പരിഗണിക്കാതെ ബെഞ്ച് പിന്മാറിയതെന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാർ പറഞ്ഞു. ഈ മാസം 2-നാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും നമ്മുടെ ആളുകളെ സഹായിച്ചുവെന്നും കുറിപ്പിൽ പറയുന്നു. അതേസമയം അനിലിന്റെ ആത്മഹത്യ പോലീസ് ഭീഷണി മൂലമെന്ന ആരോപണം ഉന്നയിച്ച് BJP മാർച്ച് നടത്തി. BJPയുടെ മാർച്ച് അപഹാസ്യമെന്ന് മന്ത്രി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു. തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. താനോ ഭരണസമിതിയോ ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ആത്മഹത്യ പോലീസ് ഭീഷണിയെ തുടർന്നാണെന്ന ആരോപണം ഉന്നയിച്ച് BJP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന നമ്മുടെ ആൾക്കാർ എന്നത് BJPക്കാർ തന്നെ ആകണമെന്നില്ലല്ലോ എന്ന് V മുരളീധരൻ പറഞ്ഞു. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ടോ? അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്നത് ഗൗരവമുള്ള വാർത്തകളാണെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഗവൺമെന്റിനെയും CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് BJP നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമെന്ന് മന്ത്രി പറഞ്ഞു. വീട്ടിൽ പോയിരുന്ന അവസരത്തിൽ ശ്രീ അനിൽകുമാറിന്റെ ഭാര്യ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ്. കുറച്ച് കാര്യങ്ങൾ എന്നോട് അവർ സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്. എന്നാൽ അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് തമ്പാനൂർ പോലീസിന്റെ വിശദീകരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന. എറണാകുളം റൂറൽ സൈബർ സംഘമാണ് പരിശോധന നടത്തിയത്. മൊബൈൽ ഫോണുകൾ അടക്കം പിടിച്ചെടുത്തു. എന്നാൽ ഗോപാലകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഒളിവിലാണെന്നാണ് നിഗമനം. ഗോപാലകൃഷ്ണൻ പങ്കുവച്ച FB പോസ്റ്റാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഇതാണ് KJ ഷൈനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് വഴിതെളിച്ചത്. തൃശൂർ പാലിയക്കര ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിലെ ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം മുരിങ്ങൂർ സർവീസ് റോഡ് ഇടിഞ്ഞ സംഭവം കോടതി പരാമർശിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് ഒരു മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് ഇടിഞ്ഞു വീണ സംഭവം കോടതി പരാമർശിച്ചു. താൽക്കാലിക പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഥിരം പരിഹാര മാർഗം ഉടൻ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി അറിയിച്ചു. ജനങ്ങളുടെയും യാത്രക്കാരുടെയും കോടതിന് കണ്ണിൽ പൊടിയിടുന്ന തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് ഇവർക്ക് ടോൾ പിരിക്കാൻ സാധിക്കില്ല. അത് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. അതേസമയം യാത്രാക്കുരുക്ക് വർദ്ധിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രികർ. മണിക്കൂറുകൾ എടുത്താണ് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കുള്ളതിനാൽ ജനരോഷം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ ചാവക്കാട് എടക്കഴിയൂരിൽ മദ്രസ അധ്യാപകൻ 9 വയസ്സുകാരിയെ മർദ്ദിച്ചതായി പരാതി. ക്ലാസ്സിൽ കുട്ടികൾ വഴക്കുകൂടിയെന്ന് പറഞ്ഞാണ് സംഭവത്തിൽ ഉൾപ്പെടാത്ത കുട്ടിയെ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് ആരോപിച്ചു. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുത്തില്ല എന്നും മാതാവ് നൂർജഹാൻ ആരോപണം ഉന്നയിച്ചു. ഈ മാസം 13-നാണ് കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നും പരാതി നൽകരുതെന്നാവശ്യപ്പെട്ട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയെന്നും നൂർജഹാൻ പറഞ്ഞു. പരാതിയുമായി മുന്നോട്ട് പോയാൽ മഹലിൽ ജീവിക്കാനാവില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും നൂർജഹാൻ പറഞ്ഞു. പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുക്കുന്നില്ല എന്നും ആരോപിച്ചു. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി നൂർജഹാന്റെ മകൾക്കാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയതായി കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഈ മാസം 13-നാണ് കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നും പരാതി നൽകരുതെന്നാവശ്യപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയെന്നും പരാതിയുമായി മുന്നോട്ടു പോയാൽ മഹലിൽ ജീവിക്കാനാവില്ലെന്നും ഭീഷണിപ്പെടുത്തിയതായും നൂർജഹാൻ ആരോപിച്ചു. ഞങ്ങൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ എന്റെ കുട്ടിക്ക് ഉണ്ടായ ഒരു സംഭവം ഇനി ഒരു കുട്ടിക്ക് വരാൻ പാടില്ല. അതിന്റെ പേരിൽ ആ ഉസ്താദ് ഇനി ആ മദ്രസയിൽ ഉണ്ടാവാൻ പാടില്ല. വ്യക്തമായിട്ട് എന്റെ മോൾക്ക് നല്ലൊരു നീതി ഞങ്ങൾക്ക് കിട്ടണം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദ് ആത്മഹത്യ ചെയ്തതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്ന് DIGയുടെ റിപ്പോർട്ട്. ആദ്യ ആത്മഹത്യാശ്രമത്തിന് ശേഷം ആനന്ദിനെ നിരീക്ഷിക്കാൻ 2 പേരെ ചുമതലപ്പെടുത്തിയെന്നും DIG വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനന്ദിന്റെ കുടുംബം. ആദ്യ ആത്മഹത്യാ ശ്രമത്തിനു ശേഷം ആനന്ദിനെ ശുശ്രൂഷിച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവില്ലെന്നാണ് DGPയുടെ റിപ്പോർട്ട്. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ശേഷം ആശുപത്രിയിൽ പാർപ്പിക്കുന്നതായിരുന്നു ഉചിതമെന്നും എന്നാൽ ബാരക്കിൽ താമസിക്കണമെന്ന് ആനന്ദ് എഴുതി നൽകിയിരുന്നുവെന്നും കൗൺസിലിംഗിന് ശേഷം ആനന്ദ് സന്തോഷവാനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആനന്ദിനെ നിരീക്ഷിക്കാൻ 2 പേരെ ചുമതലപ്പെടുത്തിയെന്നും DIG വ്യക്തമാക്കി. അതേസമയം ആത്മഹത്യാശ്രമ വാർത്തകൾക്ക് താഴെ വന്ന ചില കമന്റുകൾ ആനന്ദിനെ അസ്വസ്ഥപ്പെടുത്തിയതായി സഹപ്രവർത്തകർ മൊഴി നൽകിയിട്ടുണ്ട്. ആത്മഹത്യയിൽ ADGPക്ക് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വിശദ അന്വേഷണം നടക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രെയിനിയെ മാനസികമായി പീഡിപ്പിച്ചു, അവധി നിഷേധിച്ചു എന്നീ ആരോപണങ്ങളിലും വിശദമായ അന്വേഷണം ഉണ്ടാകും. സഹോദരന്റെ മൊഴി 2 ദിവസത്തിനകം രേഖപ്പെടുത്തും. ഒപ്പം മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനന്ദിന്റെ കുടുംബം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആശങ്കയായി US ഏർപ്പെടുത്തിയ പുതിയ H-1B ഫീസ് രാവിലെ പ്രാബല്യത്തിൽ. പുതിയ അപേക്ഷകൾക്ക് $1,00,000, അതായത് ഇന്ത്യൻ രൂപയിൽ 88 ലക്ഷം രൂപയാണ് പുതുക്കിയ ഫീസ്. ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. നിലവിലെ H-1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുമെന്നും ചേംബർ അറിയിച്ചു. ഒറ്റത്തവണ ഫീസാണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വിശദീകരണക്കുറിപ്പ് ഇറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ്. പുതിയ നീക്കം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൌസ് അവകാശവാദത്തിനെതിരെയും വിമർശനം ശക്തമാണ്.
തദ്ദേശീയരായ പൗരന്മാർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് ഭരണകൂടം നിരവധി നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അതേസമയം അമേരിക്കൻ നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ഇന്ത്യ തുടർ നടപടികൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാവുകയെങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധനവ് ബാധിക്കുമെന്നുറപ്പാണ്. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വീസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. നിലവിലെ കണക്ക് പ്രകാരം അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ 3 ലക്ഷത്തോളം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. അധിക തീരുവ, H-1B വിസ നിരക്ക് തുടങ്ങിയ പ്രതിസന്ധികൾക്കിടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ഇന്ത്യ-അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പമുണ്ട്. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്ക സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. അധിക തീരുവ ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യ-അമേരിക്ക മന്ത്രിതല ചർച്ച നടക്കുന്നത്. അതേസമയം പുതിയ വിസ നയത്തിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അമേരിക്കയെ അറിയിക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചു. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന പുഷ്പരഥോത്സവം നടക്കും. വാഗ്ദേവതാ സന്നിധിയായ കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സ്തംഭഗണപതി പൂജയോടെ ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശം സ്ഥാപിച്ചു. രാവിലെ 9 മണിയോടെ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങുകൾ. യോഗനിദ്രാഭാവത്തിലാണ് കൊല്ലൂരിൽ ആദ്യ ദിനത്തിലെ ദേവി സങ്കല്പം. ഇനിയുള്ള 9 ദിവസങ്ങളിലായി 10,000-ങ്ങളായ മലയാളികളടക്കമുള്ള ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരിക്കും കൊല്ലൂർ മൂകാംബികയിലേക്ക്. മേളങ്ങളോടെ ദേവി വിഗ്രഹം പുറത്തെഴുന്നള്ളി ശീവേലിയും നടന്നു. ക്ഷേത്രം മുഖ്യ അർച്ചകൻ നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് കൊല്ലൂരിലെ നവരാത്രി മഹോത്സവ ചടങ്ങുകൾ നടന്നു വരുന്നത്. മഹാനവമി ദിവസമായ ഒക്ടോബർ 1 രാവിലെ 11:30 മണിക്ക് ചണ്ഡികായാഗവും തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർലഗ്നത്തിൽ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കും. ഒക്ടോബർ 2 വിദ്യാരംഭം വിജയോത്സവ ചടങ്ങുകളോടെയാണ് സമാപനം. അമൃത ന്യൂസ്, കാസർഗോഡ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 10ാമത് ആയുർവേദ ദിനാചരണ പരിപാടികൾ നാളെ തിരുവനന്തപുരം പ്രാദേശിക ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൽ നടക്കും. ആരോഗ്യം വ്യക്തിക്കും ഭൂമിക്കും എന്നതാണ് ഇത്തവണത്തെ ആയുർവേദ ദിനത്തിന്റെ പ്രമേയം. ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ രാവിലെ 7:30 റൺ ഫോർ ആയുർവേദ നടക്കും. പൊതുജന പങ്കാളിത്തത്തോടെ ആയുർവേദ ആരോഗ്യ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗവേഷണ കേന്ദ്രം റിസർച്ച് ഓഫീസർ ഇൻചാർജ് ഡോക്ടർ GN ശ്രീദീപ്തി, ഡോക്ടർ സാബു തോമസ്, റിസർച്ച് ഓഫീസർ ഡോക്ടർ ഇന്ദു S എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ പഞ്ചായത്തിലും ഓരോ കായിക പരിശീലകരെ നൽകുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി ഗ്രൗണ്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ആദ്യമായി ഒരു കായിക നയം നടപ്പാക്കിയത് കേരളമാണ്. കായിക താരങ്ങൾക്ക് ജോലി നൽകിയതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ മുന്നിലാണ്. പുതുതായി 240 പേർക്ക് ജോലി നൽകുന്നതിനുള്ള നടപടി പുരോഗമിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഒരു ഗവൺമെന്റാണ് ഇത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ കായിക വിദ്യാഭ്യാസം നമ്മൾ ആരംഭിച്ചു. ഇപ്പൊ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന മറ്റൊരു കാര്യം, എല്ലാ പഞ്ചായത്തിലും ഒരു കായിക പരിശീലനം നൽകാൻ പോവുക. ഒരു പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കായിക പരിശീലനം നൽകുക. നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു കളിക്കളം എന്നുള്ള പദ്ധതി പ്രകാരം ലഭ്യമായിട്ടുള്ള കളിക്കളങ്ങളിൽ അവർക്ക് ആവശ്യമായുള്ള പരിശീലനം നൽകാൻ വേണ്ടിയാണ് ആ ഒരാൾ നമ്മൾ നൽകേണ്ടത്. അതോടൊപ്പം തന്നെ കായിക കേരളം പദ്ധതി നമ്മൾ നടത്തുക. കായിക കേരളം പദ്ധതി പ്രകാരം ഈ സിന്തറ്റിക് ഡ്രഗിനെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനോടൊപ്പം തന്നെ കളിക്കളങ്ങൾ സജീവമാക്കുക. എല്ലാ പഞ്ചായത്തുകളിലും കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ച് കൂടുതൽ കുട്ടികളെ, ചെറുപ്പക്കാരെ കായിക മേഖലയിൽ കൊണ്ടുവരുന്ന ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് നമ്മൾ ഇനിയും തുടക്കം കൊടുക്കുന്നത്. കായിക മേഖലയിൽ ഒരു നയം പൂർത്തീകരിച്ചു നമ്മുടെ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ്
കായിക നയം അറിയപ്പെടുത്തുകയും ആ നയം വായിച്ചാൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ നമ്മൾ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും ക്രോഡീകരിച്ചാണ് ഒരു നയം അവരും അംഗീകരിച്ചു. കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതവും അഴിമതിയും നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കാലഘട്ടം. പിന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് 846 കായിക താരങ്ങൾക്ക് നമ്മൾ സർക്കാർ സർവീസിൽ ജോലി നൽകി. ചെറിയൊരു എണ്ണമല്ല. ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ഒളിമ്പിക്സ് തുടങ്ങിയിട്ടുള്ള ലോകത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ദി ഓർ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് പ്രഖ്യാപനം. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ടീമിന്റെ സ്ട്രൈക്കർ ഉസ്മാനി ഡംബലെയാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. സീസണിൽ ടീമിനായി 35 ഗോളാണ് ഫ്രഞ്ച് താരം നേടിയത്. ബാഴ്സലോണയുടെ ടീനേജ് താരം ലാമിൻ യമാലയാണ് സാധ്യതയുള്ള മറ്റൊരു താരം.